ദൈവത്തിൻ്റെ അതിപരിശുദ്ധ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട അച്ഛൻ, സ്നേഹമുള്ളവരെ, എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ തിരുവചന ധ്യാനത്തിനായി സുവിശേഷ ഭാഗമായിട്ട് നിശ്ചയിച്ചിട്ടുള്ള വേദഭാഗം ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിൻറ്റ് ലൂക്ക് ചാപ്റ്റർ 6 വേഴ്സസ് 19 through 31. ലൂക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 19 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. ഇന്ന് സഭയായി ദശാംശ ഞായറായിട്ട് വേർതിരിച്ചിരിക്കുന്നല്ലോ. നമ്മളുടെ ഇടവകയിൽ ഒരു പ്രത്യേക ദിനം, പ്രത്യേകിച്ച് ഫാമിലി സൺഡേയോടനുബന്ധിച്ചാണ് നമ്മൾ ദശാംശ ഞായറായിട്ട് ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ സഭയായിട്ട് ഇന്ന് ദശാംശ ഞായറായി വേർതിരിച്ചിരിക്കുന്നു. അതിനോടനുബന്ധിച്ചുള്ള വേദഭാഗമാണ് ഇന്ന് നൽകപ്പെട്ടിരിക്കുന്നത്. ഇവിടെ യേശു കർത്താവ് പറയുന്ന ഒരു ഉപമയാണ് ഈ സുവിശേഷ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ധനവാനും ലാസറും, റിച്ച് മാൻ ആൻഡ് ലാസറസ്. കർത്താവ് പറഞ്ഞ ഉപമയാണ്. അപ്പോൾ അതിൻ്റേതായ അർത്ഥവും അതിൻ്റേതായ വ്യാപ്തിയും ഉണ്ടായിരിക്കും. ഇക്കണോമിക്സ് ഒന്നും പഠിക്കാത്ത കർത്താവ്, നസറേത്തിലെ തച്ചനായ കർത്താവ്, ധനത്തിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഉപമയാണ്. ധനം എപ്രകാരം വിനിയോഗിക്കണം എന്നുള്ള അർത്ഥം വരുന്ന തരത്തിലാണ് കർത്താവ് ഈ ഉപമ പ്രസ്താവിച്ചിരിക്കുന്നത്. കർത്താവ് പറഞ്ഞിരിക്കുന്ന ഈ ഉപമയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. പ്രത്യേകിച്ച് വിശുദ്ധ വേദപുസ്തകമുള്ളവർ, if you wanted to follow this sermon, you can follow the text, Gospel according to Saint Luke, chapter 16, verses 19 through. ഇവിടെ കർത്താവ് പറഞ്ഞ ഉപമയിൽ ധനവാന് അദ്ദേഹം ഒരു പേര് കൊടുക്കുന്നില്ല. നോ നെയിം. റിച്ച് മാൻ ഒരു പേരില്ല, റിച്ച് മാൻ എന്നേ പറയുന്നുള്ളൂ. എന്നാൽ ലാസർ എന്ന് പറയുന്ന ദരിദ്രനെ കുറിച്ച് കർത്താവ് പേരെടുത്ത് പറയുന്നുണ്ട്. ദ മീനിങ് ഓഫ് ദാറ്റ് നെയിം ഈസ് ഗോഡ് ഹെൽപ്സ്, ദൈവസഹായം, ദൈവത്താൽ സഹായം ലഭിക്കുന്നവൻ. എലയാസർ എന്ന് പറയുന്ന പദവും ഈ പദവും ഒരേ അർത്ഥമാണ്. അപ്പോൾ തൻ്റെ കഥയിൽ കർത്താവ് ചിലപ്പോൾ മനഃപൂർവ്വമായി നിശ്ചയിച്ചിരിക്കാം. ലോകപ്രകാരം ഒരുപാട് പേരും പ്രശസ്തിയും ആഢ്യത്വവും ഒക്കെയുള്ള ധനവാന് തൻ്റെ കഥയിൽ ഒരു പേര് വേണ്ട എന്ന് കർത്താവ് നിശ്ചയിച്ചതിൻ്റെ ചേതോവികാരം എന്താണെന്ന് എനിക്കറിയുകയില്ല. എന്തായിരുന്നാലും ആ മനുഷ്യൻ്റെ പേര് ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. ഈ ഉപമ കടന്നു പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് സീൻ ആൻഡ് അൺസീൻ വേൾഡ്, ടു റെലംസ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. രണ്ട് സ്പിയേഴ്സ്, ദൃശ്യ അദൃശ്യ ലോകം, കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ ലോകത്താണ് ഈ കഥ, ഈ ഉപമ അത് പുരോഗമിക്കുന്നത്. അവരുടെ ജീവിത രംഗങ്ങൾ ഈ രണ്ട് ദൃശ്യ അദൃശ്യ മണ്ഡലങ്ങളിലാണ്, സീൻ ആൻഡ് അൺസീൻ വേൾഡിലാണ് മുൻപോട്ട് കടന്നു പോകുന്നത്. ഞാൻ ഈ ഉപമയെ ചില പാർട്സായിട്ട് തിരിച്ച് പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുക. ഒന്നാമത് ഇതിൻ്റെ ലൈഫ്, ധനവാൻ്റെ ലൈഫും ലാസറസിൻ്റെ ലൈഫിനെ കുറിച്ചും അവിടെ പ്രത്യേകമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. ധനവാൻ്റെയും ദരിദ്രൻ്റെയും ജീവിതം. ധനവാൻ്റെ ജീവിതം പട്ടുടുപ്പ്, അതിനു മേലെ മേലങ്കി, വില കൂടിയ മേലങ്കി, വിശിഷ്ട ഭോജ്യങ്ങൾ സുഖിച്ച് കഴിച്ച് ആർഭാടത്തോടെ ആഡംബരമായി മോടിയോടെ ജീവിക്കുന്നു. വേഴ്സസ് കമൻസിങ് ഫ്രം 19 through 22, you can clearly it clearly visible in that verses. വളരെ ആഡംബരത്തോടുകൂടി സുഖിച്ച് ജീവിക്കുന്ന ധനവാൻ. എന്നാൽ ലാസറാകട്ടെ അവൻ്റെ പടിപ്പുരയ്ക്കൽ കിടന്ന് വിശന്ന് പൊരിഞ്ഞ് ദേഹമാസകലം വ്രണം നിറഞ്ഞ് വേദന അനുഭവിച്ച് ധനവാൻ്റെ ഭക്ഷണമേശയിൽ നിന്നുള്ള എച്ചിലിനായി, ഉച്ഛിഷ്ടങ്ങൾക്കായി കൊതിച്ച് ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ. ആ പട്ടിണിക്കാരൻ്റെ കൂട്ടുകാരൻ പട്ടണത്തിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന നായ്ക്കളാണ്. അവർ വന്ന് ഇടയ്ക്കിടയ്ക്ക് ആ വ്രണം നക്കിക്കൊടുക്കുന്നതാണ് അദ്ദേഹത്തിന് ലഭിക്കുന്ന ഒരാശ്വാസം. അതും ഒരു ദൈവസഹായമായിട്ട് കരുതി ധനവാൻ്റെ പടിപ്പുരയ്ക്കൽ കിടക്കുന്ന ദരിദ്രനായ ലാസർ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കാണുന്ന വലിയൊരു ശ്രേഷ്ഠത എന്ന് പറയുന്നത്
പൗലോസ് പറഞ്ഞതുപോലെ ഉള്ള അവസ്ഥയിൽ ഇരിപ്പാൻ എനിക്കറിയാം. അലംഭാവം, കണ്ടൻമെൻറ്റ്, സംതൃപ്തിയോടെ, പരിഭവമില്ലാത്ത ജീവിതം. തൻ്റെ പരിമിതികളെ അവൻ അംഗീകരിച്ചിരുന്നു. അവൻ്റെ ജീവിത സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ട് ജീവിപ്പാൻ അവന് കഴിഞ്ഞിരുന്നു. ഹി നെവർ കംപ്ലൈൻ റിഗാർഡിങ് ഹിസ് സർക്കംസ്റ്റാൻസസ്. അവൻ്റെ സാഹചര്യങ്ങളെക്കുറിച്ച് ഒരിക്കൽ പോലും അവൻ കംപ്ലൈൻറ്റ് പറയാതെ ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ. ഒന്നാമത്തെ ഭാഗം അങ്ങനെ അവരുടെ ലൈഫിനെ കുറിച്ചാണ് പറയുന്നത്, ധനവാൻ്റെ ലൈഫും ദരിദ്രൻ്റെ ലൈഫും. അതിനുശേഷം മരണമാണ് നടക്കുന്നത്, ഡെത്ത്. ദരിദ്രനെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ അവൻ്റെ മരണം അവൻ്റെ കഷ്ടതയിൽ നിന്നുള്ള വിടുതലായിരിക്കും അവന് ലഭിച്ചത്. ലോകത്തിൽ കിടന്ന് കഷ്ടം അനുഭവിക്കുമ്പോൾ ലഭിച്ച ആശ്വാസമായിരിക്കും അവന് മരണം. എന്നാൽ ധനികനെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ അവൻ്റെ മരണം ഇറ്റ് മൈറ്റ് ബി ആക്സിഡൻ്റലി ഹാപ്പൻഡ്, ഒരു അവിചാരിതമായി സംഭവിച്ച ഒന്നെന്ന് ചിലപ്പോൾ മറ്റുള്ളവരൊക്കെ പറയുന്ന ഒരനുഭവം. കാരണം അത്രമാത്രം അവൻ സുഖത്തോടും സന്തോഷത്തോടും ഒക്കെ ജീവിക്കുമ്പോൾ സം പീപ്പിൾ മേ കമൻറ്റഡ് ദാറ്റ് ഇറ്റ് ഹാപ്പൻഡ് ആക്സിഡൻ്റലി ഇൻ ഹിസ് ലൈഫ്, അവിചാരിതമായി സംഭവിച്ചത് എന്ന് ചിലപ്പോൾ പറയാനായിട്ട് ഇടയാവും. എന്നാൽ രണ്ടുപേരെയും മൃത്യു അപഹരിച്ചു എന്നുള്ളതാണ് ഈ വേദഭാഗം നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു ചിന്ത. ധനവാനാണെന്ന് കരുതി അല്ല കൈക്കൂലി കൊടുത്ത് മരണത്തെ മാറ്റി നിർത്താം എന്ന് പറഞ്ഞ് അവന് സാധ്യമായില്ല. അല്ലെങ്കിൽ ധനവാനാണല്ലോ എന്ന് കരുതി മരണം മാറി നിന്നില്ല. ഇനിയും ദരിദ്രനാണെന്ന് കരുതി മരണം മാറി നിന്നില്ല. ഈ ചീഞ്ഞളിഞ്ഞ വ്രണത്തോടു കൂടി ഭിക്ഷയെടുത്ത് ജീവിക്കുന്ന, അല്ലെങ്കിൽ നടക്കാൻ പോലും ആവാതെ വളരെ ദാരുണമായ സ്ഥിതിയിൽ കൂടെ കടന്നു പോകുന്ന ഈ മനുഷ്യനെ എടുക്കൽ വേണ്ട എന്ന് കരുതി, പോകണ്ട എന്ന് കരുതി മരണം മാറി നിന്നില്ല. ഇവർക്ക് രണ്ടു പേർക്കും മരണം ലഭിക്കുന്നതായി, മരണം വരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. എന്നാൽ ഒരുപക്ഷെ ഇവരുടെ മരണത്തിന് ശേഷം നടന്ന കാര്യങ്ങൾ ഒരുപക്ഷെ വ്യത്യസ്തമായിരിക്കും നമ്മൾ ഇന്ന് ഈ ലോകത്തിലൊക്കെ കാണുന്നത് പോലെ. ധനവാന് ചിലപ്പം നല്ല സുഗന്ധദ്രവ്യങ്ങൾ, യഹൂദന്മാരുടെയൊക്കെ ശവസംസ്കാരം അനുസരിച്ച് നല്ല സുഗന്ധദ്രവ്യങ്ങളൊക്കെ പെട്ടിയിലാക്കി അനുഗ്രഹത്തോടുകൂടി മാർബിൾ കല്ലറയിലൊക്കെ വെച്ച് വലിയ ശവോടക്കൊക്കെ ലഭിച്ചു കാണും. അതിനുശേഷം ഒരു പക്ഷേ അനുശോചന മീറ്റിങ്ങൊക്കെ നടന്നു കാണും. സ്തുതിപാഠകരൊക്കെ ഇതുപോലെ നല്ലൊരു മനുഷ്യൻ വേറെ ഇല്ല, അദ്ദേഹം ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് കാണും, കർത്താവ് എഴുന്നള്ളുമ്പോൾ കാണും എന്നൊക്കെയുള്ള, പിന്നെ ഇവൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരൊന്നൊന്നര സംഭവമായിരുന്നു ഇവൻ എന്നൊക്കെ പറഞ്ഞ് സ്തുതി പാടി ഗ്ലോറിഫൈഡ് ദാറ്റ് മാൻ. സം പീപ്പിൾ മൈറ്റ് ബി ഡൺ. നമുക്കതിനെക്കുറിച്ച് അറിയുകയില്ല. അങ്ങനെ ആയിരിക്കും ഒരുപക്ഷെ അവൻ്റെ ശവോടക്ക് ഒരുപക്ഷെ നടന്നുകൊണ്ടായിരിക്കുക. ദരിദ്രനെ ചിലപ്പോൾ ആരും ഏറ്റെടുക്കാൻ കാണുകയില്ലാതെ ചിലപ്പോൾ ഏതെങ്കിലും ഇടത്ത് കൊണ്ടുവന്ന് ചിലപ്പോൾ ശവശരീരം എറിഞ്ഞു കളഞ്ഞു കാണും. ഇതൊന്നും നമുക്കറിയുകയില്ല. എന്നിരുന്നാലും ഇവർക്ക് രണ്ടുപേർക്കും മരണം സംഭവിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. യേശു കർത്താവിൻ്റെ ഉപമയിൽ യഥാർത്ഥ കാര്യങ്ങൾ, യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്നത് മരണത്തിന് ശേഷമാണ്. അതുകൊണ്ട് അതിൻ്റെ മൂന്നാമത്തെ ഭാഗം ഈ ഉപമയിൽ, ദ തേർഡ് പാർട്ട് ഓഫ് ദിസ് പാരബിൾ ഈസ് ലൈഫ് ആഫ്റ്റർ ഡെത്ത് ആൻഡ് ഇറ്റ് പോർട്രേറ്റ്സ് ദ ഇറ്റേണൽ കോൺസിക്വൻസസ്. അവർക്ക് അതിനുശേഷം വന്ന് ഭവിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് തുടർന്ന് അവിടെ വന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ധനവാന്റെയും ലാസറിൻ്റെയും ജീവിതം മറ്റൊരു മണ്ഡലത്തിൽ ആരംഭിക്കുന്നതായിട്ട് യേശു പറയുകയാണ്. യേശുവിന് മരണാനന്തര ജീവിതത്തെക്കുറിച്ചും ആത്മലോകത്തെക്കുറിച്ചും പ്രത്യക്ഷമായ ജ്ഞാനമുള്ള ഒരു വ്യക്തിയായിരുന്നു. കാരണം മറുരൂപമലയിലെ സന്ദർശനത്തിന് നമുക്കറിയാം, വേർപെട്ടു പോയ ഏലിയാവുമായിട്ടും മോശയുമായിട്ടും കർത്താവ് സംഭാഷിക്കുന്നതായിട്ട് ശിഷ്യന്മാർ കാണുന്നുണ്ട്. അപ്പോൾ കർത്താവിന് അത്തരത്തിലുള്ളൊരു ജ്ഞാനമുണ്ട്. എന്താ സംസാരിച്ചത് അവർ? ദേ കമ്മ്യൂണിക്കേറ്റഡ് അബൌട്ട് ഹിസ് സാക്രിഫിഷ്യൽ ഡെത്ത് ഓൺ ദി കാൽവറി ആൻഡ് അബൌട്ട് ഹിസ് ഡെത്ത്. ദ മെയിൻ അജണ്ട വാസ് അബൌട്ട് ഹിസ് ഡെത്ത്. അവൻ്റെ മരണത്തെക്കുറിച്ചാണ് അവർ മൗണ്ട് ഓഫ് ട്രാൻസ്ഫിഗറേഷനിൽ സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് കർത്താവിനെ സംബന്ധിച്ചിടത്തോളം മരണത്തെക്കുറിച്ച് വ്യക്തമായ ബോധ്യമുണ്ട്, മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ജ്ഞാനമുള്ള വ്യക്തിയാണ്. മരണമെന്ന് പറയുന്നത് ഒരു കേവലം കർട്ടനാണെന്നും അതിനുശേഷം ഒരു ജീവിതമുണ്ടെന്നുമാണ് കർത്താവ് പഠിപ്പിച്ചത്. മരണത്തെ പലപ്പോഴും അവൻ നിദ്രയായിട്ടാണ് വിശേഷിപ്പിച്ചത്. മരിച്ചു കിടക്കുന്നു എന്ന് പറയുമ്പോൾ, മരിച്ചു പോയി എന്ന് പറയുമ്പോൾ നോ, ഷീ ഈസ് സ്ലീപ്പിംഗ് എന്നാണ് പറയുന്നത്, ഉറങ്ങുന്നു എന്നാണ് കർത്താവ് പലപ്പോഴുമായിട്ട് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇതിൻ്റെ ഒരു പശ്ചാത്തലം കൂടി കുറച്ചൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. സദൂക്യരും പരീശരുമാണല്ലോ പ്രധാനപ്പെട്ട ഗ്രൂപ്പുകൾ. അതിൽ സാദുസീസ്, സദൂക്യർ എന്ന് പറയുന്നത് അവർ മരണാനന്തര ജീവിതത്തെ നിഷേധിച്ചവരാണ്. അവർ പറഞ്ഞു ലൈഫ് ആഫ്റ്റർ ഡെത്ത് ഇല്ല, മരണാനന്തര ജീവിതം ഇല്ല.
എന്നാൽ പരീശന്മാർ മരണാനന്തര ജീവിതത്തിൽ വിശ്വസിച്ചിരുന്നവർ. അവർ വിശ്വസിച്ചിരുന്നത് ആഫ്റ്റർ ഡെത്ത് ദർ ഇസ് എ പ്ലേസ്, ഹേഡിസ്. ഗ്രീക്ക് ഭാഷ ഹേഡിസ് എന്ന് പറയും. അതായത് അദൃശ്യമായ ഒരു മണ്ഡലമുണ്ട്. ആ മണ്ഡലത്തിൽ പ്രവേശിക്കുമെന്നും ആ മണ്ഡലത്തിന് 2 ഭാഗമുണ്ട്. ഒന്ന് പറുദീസ എന്നും മറ്റൊന്ന് ഗീഹന്ന. ഗീഹന്ന മീൻസ് യാതന അനുഭവിക്കുന്ന സ്ഥലം. ഇങ്ങനെ 2 ഭാഗം ഉണ്ട് എന്നും അവർ വിശ്വസിക്കുകയോ ഒക്കെ ചെയ്തതാണ്. അതുകൊണ്ടാണ് അബ്രഹാമിൻ്റെ മടി സമാധാനമാകുന്ന പറുദീസയാകുന്ന അനുഭവത്തിലേക്ക് ഈ മനുഷ്യൻ പ്രവേശിക്കുന്നതായിട്ടും മറ്റവൻ യാതനാ സ്ഥലത്തിലേക്ക് തള്ളപ്പെടുന്നതായിട്ടും 23-ാമത്തെ വാക്യത്തിൽ 23 വേഴ്സ് 23 നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് ഈ ഹേഡിസ് എന്ന് പറയുന്ന മണ്ഡലത്തിൽ പറുദീസയും യാതനാ സ്ഥലവും ഉണ്ട് എന്നാണ് പരീശന്മാർ വിശ്വസിച്ചിരുന്നത്. കർത്താവ് ഈ പശ്ചാത്തലത്തിലൊക്കെയാണ് ഈ ഉപമ പറയാനായിട്ട് ശ്രമിക്കുന്നത്. ഈ ഭാഗത്ത് നാം ഓർക്കേണ്ടത് ധനം സമ്പാദിക്കുന്നതോ അത് ഉപയോഗിക്കുന്നതോ തെറ്റല്ല. ധനം ഒരുവനെ ശ്രേഷ്ഠനോ കൊള്ളരുതാത്തവനോ ആക്കുന്നില്ല. മണി കാൻ മേക്ക് എ പേഴ്സൺ ഗുഡ് ഓർ ബാഡ്, ബട്ട് the utilization of that money is very important. The attitude of that person, those who is utilizing that money in his life, and the attitude which he shows towards his wealth, that is very important. അതിനോട് അവൻ കാണിക്കുന്ന മനോഭാവം ഒരു വലിയ പ്രാധാന്യമാണ്. അഭിനന്ദനത്തിനും നിന്ദയ്ക്കും അനുഗ്രഹിക്കപ്പെട്ടവരോ ശപിക്കപ്പെട്ടവരോ ഒക്കെ ആക്കുന്നത് അതിൻ്റെ ഉപയോഗത്തെ ആശ്രയിച്ചിരിക്കും. ഈ ധനവാനെ സംബന്ധിച്ചിടത്തോളം അവൻ സ്വന്തം സുഖത്തിനും സ്വന്തം ആർഭാടത്തിനും സ്വന്തം നേട്ടത്തിനും സ്വന്തം സൗകര്യങ്ങൾക്കും മാത്രം ഉപയോഗിച്ചപ്പോൾ ശരിയായ രീതിയിൽ തൻ്റെ ധനത്തെ വിനിയോഗിപ്പാൻ അവൻ മറന്നുപോയി എന്ന് നമുക്ക് ഈ ഭാഗത്ത് കാണാനായിട്ട് സാധിക്കുന്നു. ലാസർ ദരിദ്രനായതുകൊണ്ടല്ല അവൻ പറുദീസയിലേക്ക് എടുക്കപ്പെട്ടത് എന്ന് നാം വിചാരിക്കരുത്. അവൻ ദരിദ്രനായി ജീവിച്ചതുകൊണ്ടല്ല അവൻ എടുക്കപ്പെട്ടത്. എന്നാൽ തൻ്റെ ദാരിദ്ര്യത്തിലും he never complained against God. He never criticized God. He never criticized anybody while regarding his circumstances. അവൻ്റെ സാഹചര്യത്തെ മുൻനിർത്തി അവൻ ആരോടും പരാതി പറഞ്ഞിട്ടില്ല, ദൈവത്തിനോട് പരാതി പറഞ്ഞിട്ടില്ല, ദൈവത്തിന് പഴിചാർന്നിട്ടില്ല, പഴി ചാരിയിട്ടില്ല. തൻ്റെ സ്ഥിതിക്ക് മറ്റുള്ളവരെ അവൻ ഒരിക്കലും കുറ്റപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ സംതൃപ്തിയോടെ ജീവിക്കുകയും ഉള്ളതിൽ വളരെ സന്തോഷത്തോടെ ജീവിപ്പാനായിട്ട് ഇവൻ പരിമിതികളുണ്ടെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിലും ജീവിപ്പാൻ കഴിഞ്ഞതാണ് അവൻ്റെ ജീവിതത്തിൻ്റെ ശ്രേഷ്ഠത. എന്നാൽ നാം ജീവിക്കുന്ന ചുറ്റുപാടിൽ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ നാം എപ്രകാരം വിനിയോഗിക്കുന്നു എന്ന് വിചിന്തനം ചെയ്യാനുള്ള ഒരു സന്ദർഭം കൂടിയാണ് നമ്മളുടെ ഈ ആരാധനയും ധ്യാനവും ഒക്കെ. പ്രശസ്തനായ സുവിശേഷ പ്രസംഗകനായിരുന്നല്ലോ ഡി എൽ മൂഡി പറഞ്ഞിട്ടുള്ള ഒരു സെൻറ്റൻസ് വളരെ ശ്രദ്ധേയമാണ്. അന്ധകാര പ്രഭുവിന് വേണ്ടി അടിമപ്പണി ഈ ലോകത്തിൽ ചെയ്തിട്ട് പ്രകാശ പ്രഭുവിൻ്റെ മടിയിൽ കിടന്ന് അത്താഴമുണ്ണാമെന്ന് ആരും ധരിക്കേണ്ട. ഒരു സുവിശേഷകൻ്റെ വാക്ക് ഞാൻ കടമെടുത്തതാണ്. അന്ധകാര പ്രഭു മീൻസ് സൈറ്റൻ, ഡെവിളിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യണം? വേറൊരു ലോകത്തിൽ പോയി യു ഡോണ്ട് തിങ്ക് സോ ടു സിറ്റ് അലോങ് വിത്ത് ദി ജീസസ് ക്രൈസ്റ്റ്, പ്രകാശ പ്രഭുവിൻ്റെ കൂടെ മടിയിൽ കിടന്ന് അത്താഴം കഴിക്കാമെന്ന് ആരും വിചാരിക്കേണ്ട എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം തുടരുകയാണ്, ദലീലയുടെ മടിയിൽ നിന്ന് അബ്രഹാമിൻ്റെ മടിയിലേക്ക് യാത്ര ചെയ്യാമെന്ന് ആരും വിചാരിക്കേണ്ട. അദ്ദേഹം ആ ഒരു മനുഷ്യരുടെ ജീവിത യാത്രകളെ, ജീവിത അനുഭവങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞിട്ടുള്ള ഒരു വലിയ ആശയമാണ്. ഞാൻ തുറന്ന് മുന്നോട്ട് പോകട്ടെ. എൻ്റെ പ്രസംഗത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് അടുത്ത് വരുന്നു. എൻ്റെ അടുത്ത ഭാഗം ഈ ഉപമയിലെ രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് പറയുന്നത് പ്ലീസാണ്, ഹർജികൾ, ഒരു അപേക്ഷകളാണ് അതിൻ്റെ അടുത്ത ഭാഗം കാണുന്നത്. അതിൻ്റെ 24-ാമത്തെ തൊട്ട് വേഴ്സസ് 24 through 31 യു ക്യാൻ സീ ഹർജികൾ കാണാം. അവിടെ കിടന്നുകൊണ്ട് അബ്രഹാമിൻ്റെ മടിയിലായിരിക്കുന്ന ലാസറിനെ നോക്കി യാതനാ സ്ഥലത്ത് നിന്ന് ധനവാൻ ചെയ്യുന്ന 2 അപേക്ഷകളാണ് തുടർന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപേക്ഷകളും അതിൻ്റെ മറുപടികളും, 2 പ്ലീസ്, അതിനുള്ള മറുപടികളുമാണ് അവിടെ രേഖപ്പെടുത്തിയത്. ഒന്ന്, ലാസർ വിരലിൻ്റെ അറ്റം വെള്ളത്തിൽ മുക്കി നാവിലിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ. അബ്രഹാം പറയുന്നു അതിന് സാധ്യമല്ല. കാരണം നീ ലോകത്തിൽ ജീവിച്ചപ്പോൾ നന്മ അനുഭവിച്ചു, അവൻ ഇവിടെ വന്ന് നന്മ അനുഭവിക്കുന്നു. അവൻ ലോകത്തിൽ തിന്മ അനുഭവിച്ചു, ഇവിടെ വന്ന് അവൻ സുഖിക്കുന്നു. നമ്മുടെ ഇടയ്ക്ക് ഒരു വലിയൊരു
പിളർപ്പുണ്ട്. ആ പിളർപ്പ് കാരണം ഇവിടെയുള്ളവർക്ക് വി കനോട്ട് റീച്ച് ദെയർ ആൻഡ് ഓൾസോ യു കനോട്ട് റീച്ച് ദെയർ. ദർ ഇസ് എ ഗ്യാപ്പ് ഇൻ ബിറ്റ്വീൻ ആസ്. വലിയൊരു വിടവുണ്ട് എന്ന് പറയുന്നു. മറ്റൊരു അപേക്ഷ, എന്നാൽ പോട്ടെ അത് സാധിച്ചില്ലേ വേണ്ട, അവൻ എൻ്റെ വീടും പരിസരവും ഒക്കെ നന്നായിട്ട് അറിയാമല്ലോ, അവൻ അവിടെ വർഷങ്ങളോളം അവിടെ കിടന്നതുകൊണ്ട് അവൻ ആ ഏരിയ ഒക്കെ നന്നായിട്ട് അറിയാം. ഒരു പക്ഷേ ഞങ്ങൾ അവനെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലും അവൻ അവിടെ ഒക്കെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് സെൻഡ് ഹിം ടു മൈ ഹൗസ്, ഐ ഹാവ് 5 ബ്രദേഴ്സ് ദെയർ. അവൻ അവിടെ ചെന്ന് അവരോട് പറഞ്ഞാൽ അവർ ചിലപ്പോൾ എന്തു ചെയ്യും? മാനസാന്തരപ്പെടുമായിരിക്കും. എൻ്റെ വീട്ടിൽ ചെന്ന് എൻ്റെ 5 സഹോദരന്മാരുണ്ട്, അവനോട് പറഞ്ഞാൽ അവർ പക്ഷേ മാനസാന്തരപ്പെടും, എനിക്ക് വന്ന യാതനയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ അവർക്ക് സാധിച്ചേക്കും എന്ന് പറഞ്ഞ് ഇങ്ങനെ 2 അപേക്ഷകളാണ് ധനവാൻ പറയുന്നത്. അപ്പോൾ ഈ രണ്ടാമത്തെ അപേക്ഷയ്ക്ക് അബ്രഹാം പറയുന്ന മറുപടി എന്താണെന്നറിയാം. അത് സാധ്യമല്ല. അവർക്കവിടെ മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ. ദേ ഹാവ് വേർഡ് ഓഫ് ഗോഡ് ആൻഡ് ദേ ഹാവ് പ്രൊഫറ്റിക് വേർഡ്സ് ആൻഡ് ദേ ഹാവ് വേർഡ് ഓഫ് ഗോഡ്. അവർക്ക് മോശയും പ്രവാചകന്മാരും ഒക്കെ ഉണ്ടല്ലോ. ദേ ഹാവ് സ്ക്രിപ്ചേഴ്സ് ആൻഡ് ദേ ഹാവ് വേർഡ് ഓഫ് ഗോഡ്. അവർക്ക് അത് വായിച്ച് മാനസാന്തരപ്പെടാനുള്ള സന്ദർഭങ്ങളൊക്കെ ഉണ്ടല്ലോ. പ്രവാചകന്മാർ എത്രയോ പേരുണ്ട്, ദൈവവചനം എത്രയോ പ്രഘോഷിക്കപ്പെടുന്നുണ്ട്, ദൈവവചനം എത്രയോ പങ്കുവയ്ക്കപ്പെടുന്നുണ്ട്. അതൊക്കെ കേട്ട് അവർക്കൊരു പക്ഷേ മാനസാന്തരപ്പെടാനായിട്ട് സാധിക്കുമല്ലോ. മരിച്ചവൻ ഒരുത്തൻ ഉയർത്തി എഴുന്നേറ്റ് ചെന്നാലൊന്നും പറഞ്ഞാൽ അവർ ചിലപ്പം വിശ്വസിക്കത്തില്ല എന്ന് പറയുന്നു. മരിച്ചവൻ ഉയർത്തെഴുന്നേറ്റ് ചെന്ന് പറഞ്ഞാൽ അവരൊരു പക്ഷേ വിശ്വസിക്കത്തില്ല എന്ന് പറയുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളതിൻ്റെ വിശുദ്ധ വേദപുസ്തകത്തിൽ ഈ പറഞ്ഞ സെൻറ്റൻസ് നമ്മളൊന്ന് ധ്യാനിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും. കർത്താവ് ഈ ഉപമ പറയുന്നതിനോട് അടുപ്പിച്ചാണ് ലാസർ മരിക്കുന്നത്. ലാസർ മരിച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഉയർത്തെഴുന്നേൽക്കുന്നു. കർത്താവ് ഉയർത്തെഴുന്നേൽപ്പിക്കുന്നുണ്ട്. എന്നാൽ ഉയർത്തെഴുന്നേൽപ്പിച്ച ലാസറിനെ കണ്ട് ജനങ്ങൾ മാനസാന്തരപ്പെടുന്നതിന് പകരം, അല്ലെ ഉയർപ്പിച്ച കർത്താവിനെ കണ്ട് അവനിൽ വിശ്വസിക്കുന്നതിന് പകരം അന്ന് ജനങ്ങൾ എന്താണ് ചെയ്തത്? കർത്താവ് ലാസറസിനെ ഉയർപ്പിച്ചപ്പോൾ അവർ ലാസറിനെ കൊല്ലാൻ തീരുമാനിച്ചു. അവർ ഉയർപ്പിച്ച കർത്താവിനെ കൊല്ലാൻ തീരുമാനിച്ചു. അവരപ്രകാരം ചെയ്തു. ദേ കിൽഡ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഹി ഡൈഡ് ഓൺ ദ ക്രോസ്. എന്നിട്ട് എന്ത് ചെയ്തു? അവൻ ഹേഡിസിലേക്ക് ഇറങ്ങി, അവൻ അദൃശ്യ ലോകത്തിലേക്ക് ഇറങ്ങി. അവൻ പർദീസയിൽ താൻ കള്ളന് വാഗ്ദാനം കൊടുത്തതുപോലെ, താൻ വലത്ത് ഭാഗത്തെ കള്ളന് താൻ വാഗ്ദാനം കൊടുത്തതുപോലെ അവൻ പർദീസയിലിരുന്നു. എന്നിട്ട് അവൻ അവിടുന്ന് കരകയറി പറഞ്ഞതുപോലെ തന്നെ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവൻ ശിഷ്യന്മാർക്ക് തന്നെ പ്രത്യക്ഷനാക്കി. ആൻഡ് ഹി സ്പെൻഡ് 40 days along with the disciples and he ascended into heaven and he taught them many aspects but the people never believed. ഈ പശ്ചാത്തലത്തിലാണ് കർത്താവ് പറയുന്നത്, മരിച്ചവൻ ഒരുത്തൻ ഉയർത്തെഴുന്നേറ്റ് അങ്ങോട്ട് ചെന്ന് പറഞ്ഞാലൊന്നും the people never believe. അവരൊരിക്കലും വിശ്വസിക്കത്തില്ല. അത് പറഞ്ഞത് അനുഭവത്തിൽ നിന്നാണ് കർത്താവ് പറഞ്ഞത്. അല്ല, അനുഭവത്തിൽ നിന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അബ്രഹാം പറയുന്നതിൻ്റെ പിന്നിലുള്ള, കർത്താവ് തൻ്റെ ഉപമയിൽ കൂടെ ഇത് പറയുന്നതിലുള്ള പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കണം. ലാസർ മരിച്ചു, ഉയർത്തെഴുന്നേറ്റു. പക്ഷേ അവനിൽ വിശ്വസിക്കുന്നതിന് പകരം അവനെ കൊല്ലാനാണ് ശ്രമിച്ചത്. ഉയർപ്പിച്ച കർത്താവിനെയും ജനങ്ങൾ വിധിച്ചു കൊന്നു. എന്നാൽ കർത്താവ് തിരിച്ച് ഉയർത്തെഴുന്നേറ്റ് വന്ന് 40 ദിവസത്തോളം അവരുടെ ഇടയിൽ ജീവിച്ചിട്ടും ആ കർത്താവിനെ വിശ്വസിച്ചിട്ടില്ല. ഇന്നും യേശു കർത്താവിനെ വിശ്വസിക്കാത്ത എത്രയോ പേരുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് കർത്താവ് പറയുന്നത്, മരിച്ചവരിൽ ഒരുത്തൻ എഴുന്നേറ്റ് ചെന്നാലും വിശ്വസിക്കുകയില്ല എന്ന് പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഉപമ നമ്മളെ പഠിപ്പിക്കുന്നത്, ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ when we lead a selfish life, think about that. സുഖഭോഗികളായിട്ട് ജീവിക്കുമ്പോൾ, മൃഗങ്ങളെപ്പോലെ തിന്നുമതിച്ച് സുഖം മാത്രം മുന്നിൽ കണ്ട് ജീവിക്കുമ്പോൾ, അപരനെ കരുതാതെ, മറ്റുള്ളവരെ മാനിക്കാതെ, മറ്റുള്ളവരോട് ആദരവില്ലാതെ, മറ്റുള്ളവരോട് സ്നേഹമില്ലാതെ, സ്വയം ഒരു കൊക്കൂൺ പോലെ ഒതുങ്ങിക്കൂടി കൂടാരത്തിൻ്റെ ഉള്ളിൽ എനിക്ക്, ഞാൻ, എൻ്റെ ലോകം, അങ്ങനെ നടക്കുന്ന ഒരനുഭവം, അത് ക്രിസ്തീയതയ്ക്ക് ചേർന്ന ഒരനുഭവമല്ല. നമ്മുടെ പണ്ടത്തെ പശ്ചാത്തലം ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും നമ്മുടെ പണ്ടത്തെ കുടുംബ ജീവിത സാഹചര്യങ്ങളൊക്കെ നമുക്കറിയാം. അവർക്കൊന്നുമില്ലെങ്കിലും ദൈവരാജ്യത്തിൻ്റെ പണിക്ക് വേണ്ടിയും ദൈവരാജ്യത്തിൻ്റെ വർധനവിന് വേണ്ടിയും കൊടുത്തവരുടെ മക്കളാണ് ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും. They gave for the expansion of his kingdom and they worked hardly for the expansion of kingdom.
സൺഡേ സ്കൂളിലൊക്കെ പോകുന്ന കുഞ്ഞുങ്ങളുടെ മുമ്പിൽ കുഞ്ഞുങ്ങളുടെ കയ്യിൽ അരിപ്പാട്ടയ്ക്കകത്തു നിന്ന് അരിയൊക്കെ എടുത്ത് പൊതിഞ്ഞ് കെട്ടിക്കൊടുത്ത നുള്ളരിയിൽ കൂടെ കെട്ടുപണിയതാണ് നമ്മുടെ സഭ. ഈ ദേശത്ത് വന്ന് നിങ്ങൾ പാർത്തപ്പോൾ ഒരുമിച്ചിരുന്ന് ആരാധിക്കണമെന്ന ആഗ്രഹം കൂടി നിങ്ങളുടെ പണം, നിങ്ങളുടെ സൗകര്യം, നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞ് ജീവിത സാഹചര്യങ്ങളെല്ലാം പങ്കുവച്ചത് കൊണ്ടാണ് സുന്ദരമായ ദേവാലയവും അതിനുവേണ്ട സമ്പത്തും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടായത്. ഇങ്ങനെ ദൈവമക്കൾ അന്യോന്യം സഹായിക്കുകയും അന്യോന്യം അറിയുകയും അപ്രകാരം കെട്ടുപണി ചെയ്യുകയും ചെയ്ത് വളർന്നിട്ടുള്ളതാണ് നമ്മുടെ സഭ. ലൈഫ് ടൈത്ത് ഫോർ ക്രൈസ്റ്റ്. ഞാൻ ശുശ്രൂഷ ചെയ്ത തിമത്തിയോസ് തിരുമേനിയുടെ വലിയൊരു ആശയമാണ് ലൈഫ് ടൈത്ത് ഫോർ ക്രൈസ്റ്റ്. ആയുസ്സിൻ്റെ ദശാംശം. എല്ലാവരും പണത്തിൻ്റെ ദശാംശം കൊടുക്കും, എന്നാൽ ആയുസ്സിൻ്റെ ദശാംശം കൊടുക്കുമോ? കുറേ നാൾ ജോലിയൊക്കെ ചെയ്തിട്ട് കുറച്ച് ദിവസം ലീവ് എടുത്തിട്ട് ഏതെങ്കിലും മിഷൻ ഫീൽഡിൽ പോയി അവിടെ സെർവ് ചെയ്യുമോ? ആയുസ്സിൻ്റെ ദശാംശം. അല്ല, കുഞ്ഞുങ്ങളുള്ളപ്പോൾ ആ കുഞ്ഞുങ്ങളിൽ ആരെങ്കിലും ഒരാളിനെ അല്ലെങ്കിൽ കുഞ്ഞിനെ, തങ്ങളുടെ മക്കളെ ദൈവരാജ്യത്തിന് ശുശ്രൂഷയ്ക്കായിട്ട് സമർപ്പിച്ച് വിടുമോ? ഈ അമേരിക്കയുടെ പ്രദേശത്ത് പീപ്പിൾ, ദോസ് ഹു ആർ ലിവിങ് ഹിയർ ആൻഡ് ദേ ആർ കമ്മ്യൂണിക്കേറ്റിംഗ് ഇൻ ഡിഫറെൻറ്റ് ലാംഗ്വേജ്, ആർ യു റെഡി? ദ പേരൻസ് സെൻഡ് യുവർ ചിൽഡ്രൻ ഫോർ ദ മിനിസ്ട്രി ഓഫ് ചർച്ച്. ദേ ക്യാൻ സെർവ് ഹിയർ. അവർക്ക് വേറെ ഒരിടത്തും പോകേണ്ട ആവശ്യമില്ല. പക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള തുട്ട് ചിലപ്പോൾ കിട്ടിയെന്ന് വരികയില്ല. എന്നാൽ അവരുടെ ജീവിതം ദൈവനാമ മഹത്വത്തിന് വേണ്ടി വിനിയോഗിക്കാനായിട്ട് നമുക്ക് സാധിക്കും. എത്ര പേരൻസ് അതിനുവേണ്ടി തയ്യാറാവും? എല്ലാവരും ഡോക്ടറാകുന്നു, എല്ലാവരും എഞ്ചിനീയർ ആകുന്നു, എല്ലാവരും ജീവിതത്തിൻ്റെ നന്മകളുടെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നു. ആരെങ്കിലും വ്യത്യസ്തമായി ചിന്തിക്കുമോ? ലൈഫ് ടൈത്ത് ഫോർ ക്രൈസ്റ്റ്. ജീവിതത്തിൻ്റെ ഒരു അംശം അത് യേശു കർത്താവിന് വേണ്ടി ചെലവഴിക്കുക. ഞങ്ങളൊക്കെ ഇവിടെ വന്ന് എന്ത് കഷ്ടപ്പെട്ട ഇവിടുത്തെ ഒരു രീതി അനുസരിച്ച് ഇവിടുത്തെ കൾച്ചർ മനസ്സിലാക്കി ഇവിടുന്ന് ശുശ്രൂഷ ചെയ്യുന്നത്. And I went to Andhra Pradesh and learned their language and served there for 7 years. And we thought that, and we encouraged a lot of Telugu communicating people, and we challenged them to come for this ministry. There are so many chances are awaiting for you to do and earnestly work for the expansion of His kingdom. Come and experience this, enjoy this happiness and enjoy along with Him. എത്രയോ പേരെ അങ്ങനെ നമ്മൾ ചലഞ്ച് ചെയ്യുന്നു. ഈ ദേശത്ത് ആര് വരും ശുശ്രൂഷയ്ക്ക്? ഇനിയും സെക്കൻഡ് ജനറേഷൻ, തേർഡ് ജനറേഷനൊക്കെ വരുമ്പോൾ ക്രിയേറ്റീവായിട്ട് നമ്മളുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യണമെങ്കിൽ നമ്മുടെ ഇടയിൽ നിന്നുണ്ടാവേണ്ട പട്ടക്കാർ. ആൻഡ് വി ആർ ഗോയിങ് ടു കംപ്ലീറ്റ് 50 years after 3 years. 50 വർഷം കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നു. ആർ യു റെഡി ടു ഡെഡിക്കേറ്റ് എ പേഴ്സൺ ഫോർ ദ മിനിസ്ട്രി ഓഫ് ക്രൈസ്റ്റ്? ഇതുമെല്ലാം ഞാൻ പറഞ്ഞ ദൈവരായ ശുശ്രൂഷ ഞാൻ കുറഞ്ഞു കാണുകയല്ല. ഒരു അധ്യാപകനായി നിൽക്കുന്നത് ദൈവരായ ശുശ്രൂഷയാണ്, ഡോക്ടറായി ശുശ്രൂഷിക്കുന്ന ദൈവരായ ശുശ്രൂഷയാണ്, കൂലിപ്പണിക്കാരനായി ജീവിക്കുന്ന ദൈവരായ ശുശ്രൂഷയാണ്, ഓട്ടോറിക്ഷ ഡ്രൈവറായി ജീവിക്കുന്ന ഏത് ജോലിയും മോശമല്ല. അല്ല, എന്നാൽ എ സെപ്പറേറ്റഡ് മിനിസ്ട്രി, ജീവിതം വേർതിരിച്ച് ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇത്ര പേര് മുന്നോട്ടിറങ്ങും. ഇവിടുന്ന് ഒരു കൊച്ചമ്മ ഒരാളായിട്ടുള്ളത് എനിക്ക് തന്നെ വലിയ അത്ഭുതമാണ്. എങ്ങനെ സാധിച്ചു എന്നുള്ള ഒരു വലിയ അത്ഭുതം. കാരണം ഒരു അച്ഛൻ്റെ കൂടെ കഴിയുമ്പോൾ എന്തെല്ലാം ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ, ഏതെല്ലാം സ്ഥലങ്ങളിൽ പോയി ജീവിക്കണം. ഇതെനിക്ക് ടിൻറ്റു കൊച്ചമ്മയൊക്കെ ഇവിടുന്ന് പോയെന്ന് പറയുമ്പോൾ തന്നെ വലിയൊരു അത്ഭുതമാണ്. ഐ റെസ്പെക്റ്റ് ദാറ്റ് ഫാമിലി, പർട്ടിക്കുലർലി ഹെർ പേരൻസ്. എപ്പോഴും ഞാൻ ഓർക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഞാനിത് ആരെയും കുറച്ച് കാണാനോ ഒന്നും പറയുന്നില്ല. നിങ്ങളാരും മോശക്കാരോ ഒന്നുമല്ല. എന്നാൽ ചിന്തിക്കുക, ലോർഡ്, ഇസ് ദർ എനി പോസിബിലിറ്റി ഇൻ മൈ ഫാമിലി? എൻ്റെ ജീവിതം കൊണ്ട് എന്തെങ്കിലും, ഞാൻ ഇത്രയും നാൾ അധ്വാനിച്ചു, റിട്ടയർമെൻ്റ് സമയമാണ്. ഐ വാണ്ടഡ് ടു വിസിറ്റ് എ ഫീൽഡ് ഓർ എ ഹോം. അവിടെ പോയി കുറേ നാൾ ശുശ്രൂഷ ചെയ്യുക. ലൈഫ് ടൈത്ത് ഫോർ ക്രൈസ്റ്റ്. പണത്തിനേക്കാൾ നമ്മുടെ സാന്നിധ്യം, നമ്മുടെ വർക്കിന് വേണ്ടത് ഹ്യൂമൻ റിസോഴ്സസാണ്. മെറ്റീരിയൽ റിസോഴ്സസിനേക്കാൾ വി നീഡ് ഹ്യൂമൻ റിസോഴ്സസ്. ആര് പോകും, ആര് ശുശ്രൂഷിക്കും? ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. ദൈവത്തിന് വേണ്ടി കൊടുക്കുവാനും മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കുവാനും എല്ലാം നമ്മളിലേക്ക് ഒതുങ്ങാതെ മറ്റുള്ളവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാനും ദൈവം നമ്മളെ ഉപയോഗിക്കട്ടെ. ജീവിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഇപ്പോൾ മിസ്സസ് അനുജ ചാക്കോ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും.